സനാതനധർമ്മത്തിലെ കർമ്മഫല സിദ്ധാന്തം അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഓരോ ഫലമുണ്ട്. ആ ഫലം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച് തന്നെ തീർക്കണം. മുൻപ് ഒരു കാലത്ത് ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഫലം ഭാവിയിൽ അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഭാവി നന്നാക്കണമെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രവർത്തികൾ ഇപ്പോൾ ഈ നിമിഷം ചെയ്യണം എന്നതിൽ ഒരു സംശയവുമില്ല. അതിനാലാണ് ഭാവിയെക്കുറിച്ചോർത്ത് വിഷമിച്ചിരിക്കാതെ ഈ നിമിഷത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ശരിയായി ചെയ്യാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഭാവി നന്നാകുമെന്നതിൽ സംശയമൊന്നുമില്ല. നാളെ ഒരു പരീക്ഷയുണ്ട്, അതിനെപ്പറ്റി ഓർത്ത് ഇന്ന് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. വിഷമിക്കുന്നതിന് പകരം ഒരു വിഷയം പഠിച്ചാൽ നാളെ ആ വിഷയത്തിൽ നിന്നും വരുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാമല്ലോ. കയ്യിലുള്ള സമയത്ത് വെറുതെ വിഷമിച്ചിരുന്നാൽ നാളെ ഒന്നും എഴുതാനുണ്ടാവില്ല. അങ്ങനെ നോക്കുമ്പോൾ വിഷമിച്ചിരിക്കുന്നതിലല്ല കാര്യം. ഇപ്പോൾ ഈ നിമിഷത്തിൽ ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. അതുമാത്രമേ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമുള്ളൂ.